കാതിക്കൂടം നീറ്റ ജലാറ്റിൻ കമ്പനിയിൽ നിന്നും മാലിന്യവുമായി എത്തിയ ലോറി പാലക്കാട് ആലത്തൂരിൽ നാട്ടുകാർ തടഞ്ഞു. വെൽഫെയർ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടഞ്ഞ മാലിന്യവണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലയുടെ കിഴക്കൻ പ്രദേശത്തെ മാലിന്യം തള്ളുന്നത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന പരാതികൾ നിലനിൽക്കവെയാണ് മാലിന്യവണ്ടികൾ തുടർച്ചയായി ഇങ്ങോട്ടെത്തുന്നത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് നിറ്റ ജലാറ്റിൻ കമ്പനിയിൽ നിന്നെത്തുന്ന മാലിന്യവണ്ടി നാട്ടുകാർ തടയുന്നത്. ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ വെച്ചാണ് വണ്ടി തടഞ്ഞത്. ദുർഗന്ധം വമിക്കുന്ന വസ്തുക്കളാണ് ലോറിയിലുണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വണ്ടി കസ്റ്റഡിയിലെടുത്തു. മാലിന്യം കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്നും നടപടികൾ സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ഇന്നലെ ഇതുപോലെ ലോഡ് കയറ്റി 3 വണ്ടി അവിടെ നിന്ന് പുറപ്പെട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ വെച്ചിട്ട് പോലീസും നാട്ടുകാരും തടയുകയും പിന്നീട് പോലീസ് വന്ന് വണ്ടി കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാതിക്കൂട്ടം സമരസമിതി പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു. നിക്ഷേപിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ പരിസ്ഥിതിക ആഘാതവും അതുമാത്രമല്ല അവിടുത്തെ ജീവജാലങ്ങൾക്ക് വരെ ഏറ്റവും ദൂഷ്യമായ രീതിയിലുള്ള അവസരം ഉണ്ടാകുന്നു. വീണ്ടും ഇത് സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉദ്യോഗസ്ഥ തലത്തിലും ഭരണകൂട തലത്തിലും നിന്നുള്ള നടക്കുന്ന അഴിമതിയുടെ ഇരകളാക്കപ്പെടുന്നത് ഈ സാധാരണ ഏറ്റവും താഴെക്കടയിലുള്ള ജനങ്ങളാണ്. പാലക്കാട് ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ രീതിയിൽ മാലിന്യ നിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. കള്ളിയമ്പാറയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന നിക്ഷേപ കേന്ദ്രം സമീപത്തുള്ള ആദിവാസി കോളനിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ മാസം അടച്ചുപൂട്ടിയിരുന്നു. മീഡിയ 1 പാലക്കാട്.